നാറാണത്ത് ഭ്രാന്തന്റെ യാത്രകൾക്കിടയിൽ സന്ധ്യയായാൽ എവിടെയാണോ അവിടെ അദ്ദേഹം വിശ്രമിക്കും. ഒരിക്കൽ അദ്ദേഹം ഒരു കൊടുങ്കാട്ടിലെത്തി. അവിടെ കാളിക്കോട്ടം എന്ന സ്ഥലത്ത് ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തുള്ള ശ്മശാനത്തിലാണ് അദ്ദേഹം അന്ന് രാത്രി ഉറങ്ങാൻ തീരുമാനിച്ചത്. ആ പ്രദേശം ഭയാനകമായിരുന്നു എന്നും രാത്രിയിൽ ദേവിയും ഭൂതഗണങ്ങളും അവിടെ നൃത്തം ചെയ്യാറുണ്ടെന്നും നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ കാളിയും സംഘവും ശ്മശാനത്തിലെത്തി. അവിടെ ഒരു മനുഷ്യൻ അവരെ ശ്രദ്ധിക്കാതെ പാചകം ചെയ്യുന്നത് കണ്ട് ദേവിക്ക് ദേഷ്യം വന്നു. അദ്ദേഹത്തെ ഭയപ്പെടുത്തി ഓടിക്കാൻ കാളിയും ഭൂതഗണങ്ങളും ഘോര നൃത്തമാടുകയും ഭയാനകമായ രൂപങ്ങളെടുക്കുകയും അലറുകയും ചെയ്തു. എന്നാൽ നാറാണത്ത് ഭ്രാന്തൻ ഒട്ടും കുലുങ്ങിയില്ല. അദ്ദേഹം ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന ഭാവത്തിൽ ഇരുന്ന് ചിരിച്ചു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? എനിക്ക് ആഹാരം കഴിച്ചിട്ട് ഉറങ്ങണം. കുറച്ച് മാറിന്ന് കളിക്കൂ. ചുറ്റും കത്തിയെരിയുന്ന ചിതകൾക്കും അട്ടഹാസങ്ങൾക്കും നടുവിൽ ഇത്ര ശാന്തനായിരിക്കാൻ നീ ആരാണ്? ഞാൻ നാറാണത്ത് ഭ്രാന്തൻ.